നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ആര്യടൻ ഷൗക്കത്താണ് UDF സ്ഥാനാർത്ഥി. മറ്റ് മുന്നണികൾ ആരെ സ്ഥാനാർത്ഥിയാക്കും എന്ന കാര്യം എല്ലാവരും ഗൗരവത്തോടെ ഉറ്റുനോക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ തോക്കുസ്വാമി ഈ തെരഞ്ഞെടുപ്പിൽ താനുമുണ്ട് എന്ന് വ്യക്തമാക്കുന്നത്. ഹിമവൽ ഭദ്രാനന്ദൻ ഒരു കാര്യം പറയുന്നു. അവിടെ BJPക്ക് സ്ഥാനാർത്ഥിയില്ലെങ്കിൽ താൻ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പേരിലായിരിക്കും സ്ഥാനാർത്ഥി എന്നും ഹിമവൽ ഭദ്രാനന്ദൻ പറയുന്നു. ഇതിന് കാരണം BJP സ്ഥാനാർത്ഥിയെ മത്സരരംഗത്ത് ഇറക്കുന്നില്ല എന്നതുകൊണ്ടാണ്. കാരണം BJP സ്ഥാനാർത്ഥിയെ ഇറക്കാത്ത സാഹചര്യത്തിൽ BJPയെ അനുകൂലിക്കുന്നവർ ആർക്ക് വോട്ട് ചെയ്യും എന്ന ഒരു പ്രശ്നം ഉദിക്കും. അത്തരമൊരു ഘട്ടത്തിൽ സനാതന ധർമ്മം ഉയർത്തിപ്പിടിക്കാനാണ് താൻ ഒരു സ്ഥാനാർത്ഥിയെ മത്സരരംഗത്തേക്ക് ഇറക്കുന്നത് എന്നാണ് സ്വാമി ഹിമവൽ ഭദ്രാനന്ദൻ വ്യക്തമാക്കുന്നത്. 3 പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകളെ ഇതിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഒരാളെ കണ്ടെത്തി മത്സരരംഗത്ത് ഇറക്കും എന്നാണ് സ്വാമി ഹിമവൽ ഭദ്രാനന്ദൻ പറയുന്നത്. അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയായിരിക്കും ഇയാൾ പ്രചരണ രംഗത്ത് ഉണ്ടാകുക. 1915 അഖില ഭാരതീയ ഹിന്ദു മഹാസഭ രൂപം കൊള്ളുന്നത്. 1930 സവർക്കർ അതിൻ്റെ ഒരു സുപ്രധാന നേതൃത്വത്തിലേക്ക് വരുന്ന സാഹചര്യത്തിലാണ് ഹിന്ദു മഹാസഭയ്ക്ക് കൂടുതൽ പ്രശസ്തിയൊക്കെ ലഭിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധേയമാകുന്നതും ആ ഘട്ടത്തിലാണ്. ഏതായാലും പിന്നീട് ഭാരതീയ ജനസംഘ് രൂപീകരിക്കുന്നു. അതിനെ തുടർന്ന് ഹിന്ദു മഹാസഭയ്ക്ക് ഉള്ള പ്രാധാന്യം പതുക്കെ നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഭാരതീയ ജനസംഘ് ജനതാ പാർട്ടിയാകുന്നു. അതിനുശേഷം BJP വരികയുമൊക്കെ ചെയ്യുന്നതോടുകൂടി അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പ്രസക്തി വല്ലാതെ കുറഞ്ഞു എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ അങ്ങനെയില്ല എന്ന് വ്യക്തമാക്കുകയാണ് സ്വാമി ഹിമവൽ ഭദ്രാനന്ദൻ. താൻ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുമെന്നും ശക്തമായ പ്രചരണ പരിപാടികളിൽ ഏർപ്പെടുമെന്നുമാണ് സ്വാമി ഹിമവൽ ഭദ്രാനന്ദൻ വ്യക്തമാക്കുന്നത്. ഈ സ്ഥാനാർത്ഥിയെ നിർത്താത്തതിന് പുറകിൽ വോട്ട് കച്ചവടമാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെയായി വലിയ ചൂടുപിടിക്കുന്ന ഘട്ടത്തിലാണ് അതിലേക്ക് താനുമുണ്ട് എന്ന് തോക്കുസ്വാമി വ്യക്തമാക്കുന്നത്. ഇനി അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥി ആര് എന്നതാണ് എല്ലാവരും കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്.